ഗൈസ് ഇന്നൊരു ചെറിയ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. വലുതായിട്ടൊന്നും ബോറടിപ്പിക്കാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് റെഡിമെയ്ഡായിട്ട് ചുരിദാർ മെറ്റീരിയൽ വാങ്ങുമ്പോൾ ഇപ്പോൾ കൂടുതലും ഇതുപോലെ ഹാൻഡ് വർക്ക് വന്നിട്ടും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുള്ള മോഡലാണ് ഇപ്പോൾ കൂടുതലും ഇറങ്ങുന്നത്. അത് ഒന്നെങ്കിൽ റൗണ്ട് നെക്ക്, അല്ലെങ്കിൽ സ്ക്വയർ നെക്ക്, അല്ലെങ്കിൽ വി നെക്ക്. കൂടുതലും വി നെക്കാണ്. അപ്പോൾ ഈ വി നെക്ക് ഞാൻ എങ്ങനെയാണ് ഫിനിഷ് ചെയ്യാൻ പോകുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം മെയിൻ തുണി, അതായത് വി നെക്ക് വരുന്ന ആ വർക്കുള്ള മെറ്റീരിയൽ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ചും കൂടി അധികം പറ്റി വെട്ടിയിട്ടാണ് ഈ ലൈനിങ് പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈനിങ് കുറച്ചധികം ഇട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് വരുമ്പോൾ ചിലപ്പോൾ ലൈനിങ് തികഞ്ഞില്ലെങ്കിലോ ഞാൻ എപ്പോഴും അധികം ഇട്ട് വെട്ടാറുണ്ട് കേട്ടോ. മെയിൻ തുണി അങ്ങനെ തന്നെ തയ്യൽ തുമ്പ് ഇച്ചിരി 2 ഇഞ്ച് വെച്ച് അധികം ഇട്ടിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. എന്നാലേ എനിക്കൊരു സമാധാനം കിട്ടത്തുള്ളൂ. അപ്പം നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ മേളിലൊന്ന് 2 തുണിയും കൂടി ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ലൈനിങ്ങിലും മെയിൻ തുണിയിലും നെക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ തെന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ലൈനിങ് ഇല്ലാതെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളിപ്പോൾ നെക്ക് അടിക്കാൻ വേണ്ടി എടുക്കുന്ന ഏത് മെറ്റീരിയലാണോ ആ മെറ്റീരിയലും ചുരിദാറിൻ്റെ മെയിൻ നല്ല വശവും ആ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ നല്ല വശവും ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മേൽഭാഗം അടിക്കാൻ നമുക്ക് ലൈനിങ് ഇല്ലല്ലോ. അപ്പോൾ സാധാ തുണി എടുക്കുവാണെങ്കിലും ജസ്റ്റ് ഒരു മറിച്ചടിക്കാൻ വേണ്ടി ഒരു തുണിയാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്ത് തെന്നിപ്പോകാത്ത രീതിയിൽ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. ലൈനിങ് വെച്ച് തയ്ക്കുന്നവർക്ക് ഞാൻ സെൻറ്ററിൽ കൂടെ കൊടുക്കുന്നില്ല. എന്നിട്ട് തിരിച്ച് ചീത്ത വശമാണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത്. നല്ല വശം ഉള്ളിൽ പോയിരിക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്ത് സെൻറ്ററിൽ കൂടെ സ്റ്റിച്ച് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ തെന്നി പോകുന്നുള്ള ടെൻഷൻ എനിക്കില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി അവിടെ കറക്റ്റായിട്ട് മേളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നെക്കൊക്കെ എത്രയാണ് വേണ്ടത്, കറക്റ്റായിട്ടാണോ വേണ്ടത്, നമ്മുടെ ഒരു അളവുണ്ടല്ലോ, അതൊക്കെ മെഷർമെൻറ്റ് കസ്റ്റമറിൻ്റെ നിന്ന് എടുത്ത മെഷർമെൻറ്റൊക്കെ കറക്റ്റ് ആക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വർക്ക് തുടങ്ങുന്ന അടുത്തുനിന്ന് ഷോൾഡറിൽ നിന്ന് തുടങ്ങാം കേട്ടോ. ഞാൻ പക്ഷേ ആ ചെറിയൊരു ഗ്യാപ്പിൽ നിന്നേ അങ്ങ് തുടങ്ങുവാണ് കേട്ടോ. കാരണം വെച്ചാൽ കസ്റ്റമറിന് അങ്ങനെ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ഏറ്റവും അറ്റത്തൂടെ ആ മേളിൽ നിന്ന് ഞാൻ ഒരു വി ഷേപ്പ് ഒന്ന് വരച്ച് അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വർക്ക് വരുന്നതിൻ്റെ തൊട്ടടുത്തൂടെ വർക്ക് തട്ടരുത്, ആ രീതി തട്ടിയില്ല എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏറ്റവും അറ്റത്തൂടെ തൊട്ടടുത്തൂടെ, അതായത് അതിൽ തുടരുത്, ആ വർക്കിൻ്റെ അകത്ത് പോകരുത്. കാരണം വെച്ചാൽ നമ്മൾ തിരിച്ചിടുമ്പോൾ അല്ലെങ്കിൽ വർക്ക് കട്ടായി പോകും. അതുകൊണ്ടാണ് അത് ശ്രദ്ധയോടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ആ പിന്നൊക്കെ ഒന്ന് ഊരിക്കളാം. ഇനി നമുക്ക് പേടിക്കുകയും വേണ്ട. കാരണം വെച്ചാൽ അവിടെ നിന്ന് നമ്മൾ ഓൾറെഡി നെക്ക് കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് ആ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒരു ആ സ്റ്റിച്ചിൽ തൊടാത്ത രീതിയിൽ 1/4 ഇഞ്ച് ഇങ്ങോട്ട് നിർത്തിയിട്ട് ആ കറക്റ്റ് വി ഷേപ്പിൽ നെക്കിൻ്റെ അതേ രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ റൗണ്ട് നെക്കാണെങ്കിലും, അതായത് ഇപ്പോൾ വരുന്ന ചുരിദാർ മെറ്റീരിയൽ എല്ലാം ഇതുപോലെ ത്രെഡ് വർക്കും ബീഡ്സ് വർക്കും ഒക്കെ ഫ്രണ്ടിൽ വരുന്ന മെത്തേഡാണ്, ഒരു മോഡലാണ്. അപ്പം ഏതായാലും നിങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. എന്നിട്ട് തിരിച്ചിടാൻ വേണ്ടി ചെറുതായിട്ട് ഓരോരോ കട്ടിങ് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതാകുമ്പോൾ പെട്ടെന്ന് തിരിച്ച് കിട്ടും. മിക്ക കാര്യങ്ങളും സ്റ്റിച്ചിങ് അറിയാവുന്ന, ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്നാലും പറയുമ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് മേളത്തെ ഒരു ആ നേരത്തെ പേരിന് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ അതൊന്ന് തട്ടിക്കളഞ്ഞിട്ട് ആ സ്റ്റിച്ചൊന്ന് തട്ടി വിട്ടതിന് ശേഷം നമ്മൾ സാധാരണ നോർമലി നെക്ക് അടിക്കുന്ന പോലെ അങ്ങ് അടിച്ചെടുത്താൽ മതി. കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ അടുത്തൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതായത് വർക്ക് തുടങ്ങുന്നതിൻ്റെ ആ ഒരു അടുത്തൂടെ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ് ഈ നെക്ക് നമുക്ക് കിട്ടും. പിന്നെ നെക്ക് നമ്മൾ സാധാരണ അടിക്കുന്ന പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഡബിൾ സ്റ്റിച്ച് ചെയ്യുകയോ എന്തോന്ന് വെച്ചാൽ ഒരു സ്റ്റിച്ച് ഏറ്റവും അറ്റത്തോടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ 2 സ്റ്റിച്ച് കൊടുത്ത് പതിച്ചടിക്കുകയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ഐഡിയയിൽ ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. ഞാൻ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയ ഈ ഒരു മെത്തേഡാണ്. ഇതിന് മുമ്പൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നെക്കൊന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. തോന്നുന്ന കണക്കൊക്കെ ചെയ്ത് അങ്ങ് വെക്കുമായിരുന്നു, ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നെക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ മേളിൽ കണ്ടോ, മേളിൽ വർക്കില്ലാത്ത കുറച്ച് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് കിടക്കുന്നുണ്ട്. അത് എൻ്റെ കസ്റ്റമറിൻ്റെ നെക്ക് ഇറക്കമൊക്കെ വെച്ച് ഞാൻ നോക്കിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വർക്കിൻ്റെ അവിടുന്ന് മാത്രം മതിയെങ്കിൽ ആ രീതിയിൽ നെക്ക് കട്ട് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ സാധാരണ ലൈനിങ്ങും മെയിൻ തുണിയും കൂടി ജസ്റ്റ് ചുറ്റിനും ഒന്ന് പതിച്ചടിക്കണം. അതായത് ഈ അധികം നിൽക്കുന്ന ലൈനിങ്ങൊക്കെ കണ്ടോ, അത് മൊത്തത്തിലൊന്ന് ഷോൾഡർ ഇതിപ്പോൾ ഫുള്ളായിട്ട് നെക്കിൻ്റെ വശം ഫുള്ള് ജോയിൻറ്റ് ചെയ്ത് ഈ ചെയ്ത പോലെ തന്നെ കൈക്കുഴിയും നമ്മുടെ ബോഡിയുടെ മെഷർമെൻറ്റും എല്ലാമായിട്ട് മെയിൻ തുണിയും ലൈനിങ്ങും തമ്മിൽ പുറമേ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി വരുന്ന മെറ്റീരിയൽ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് പോർഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ സാധാരണ എങ്ങനെയാണോ ചുരിദാറിൻ്റെ കൈക്കുഴിയും ബോഡി പോർഷനും ഒക്കെ ലൈനിങ്ങുമായിട്ട് മെയിൻ തുണി ലൈനിങ്ങും ജോയിൻറ്റ് ചെയ്യുന്നത്, അതുപോലെ
ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. പിന്നെ ഇത് തെന്നി പോകുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലായിരുന്നു കേട്ടോ. അതുകൊണ്ട് പൊതുവേ ഇങ്ങനത്തെ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പാടാണ്. കാരണം വെച്ചാൽ ലൈനിങ്ങോട്ടൊക്കെ ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് തരുമ്പം മെയിൻ തുണി ഇച്ചിരി അധികം കിടക്കുന്ന കണക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ അത് ഒന്ന് ഇളക്കിയിട്ട് പിന്നെയും ഞാൻ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മെനക്കേടാണ് ഇതുപോലെ ഉള്ള മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കൂടുതലും മൊട്ടുവിൻ കുത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫൈനലി ഇതുപോലെ മെയിൻ തുണി ലൈനിങ്ങോട്ടൊന്ന് ജസ്റ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന കണക്ക് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെയാണ് എനിക്ക് ഫ്രണ്ട് പോർഷൻ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ കസ്റ്റമറിന് ഇറക്കം വേണ്ടത് അത് ഇറക്കം ഒന്ന് മാർക്ക് ചെയ്യുക. അതിലും ഇറക്കം കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നമുക്ക് ഈ സെയിം മെറ്റീരിയൽ വെച്ച് തന്നെ അതിൻ്റെ ഉൾവശത്തായിട്ട് ഒരു പീസ് കൊടുത്തിട്ട് നമുക്ക് ഒരു മോഡൽ കണക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഫൈനലി ഞാൻ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൽ ഒരു ചെറിയ കളർ വ്യത്യാസമുണ്ട്. ലൈനിങ് കറക്റ്റ് കളർ എനിക്ക് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.